Chapter 2 Relations and Functions. Cartesian product of sets. If A and B are any two sets, then their Cartesian product is defined as A cross B is equal to set of all ordered pair AB such that A is an element of A and B is an element of B. എയും ബിയും രണ്ട് സെറ്റുകളാണ്. അവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ എ ബികളുടെ കളക്ഷനാണ്. ഓർഡേർഡ് പെയർ എ ബികളുടെ കളക്ഷനിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റായ എയിലെ എലിമെന്റ് ആയിരിക്കണം. അതുപോലെ ബി എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റായ ബിയിലെ എലിമെന്റ് ആയിരിക്കണം. ഈ എലിമെന്റിനെ ഓർഡേർഡ് പെയർ എ ബി എന്നാണ് പറയുന്നത്. പെയർ ആണ്, കൂടാതെ ഓർഡേർഡ് ആണ്. അതായത് ആ എലിമെന്റ്സിന്റെ സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. ഫസ്റ്റ് എലിമെന്റ് ഫസ്റ്റ് സെറ്റിലെ എലിമെന്റ് ആയിരിക്കണം, സെക്കൻഡ് എലിമെന്റ് സെക്കൻഡ് സെറ്റിലെ എലിമെന്റ് ആയിരിക്കണം. എ ഇൻറ്റു ബി ഇസ് റെഡ് ആസ് എ ക്രോസ് ബി. എ ഇൻറ്റു ബി എന്നാണ് നമ്മൾ എഴുതുക, വായിക്കേണ്ടുന്നത് എ ക്രോസ് ബി എന്നാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ഇൻറ്റു ബി എന്നല്ല, എ ക്രോസ് ബി എന്നാണ് വായിക്കേണ്ടത്. ആ എലിമെന്റ്സിനെ പറയുന്നത് ഓർഡേർഡ് പെയർ എന്നാണ്. എ ബി ഇസ് കോൾഡ് ദി ഓർഡേർഡ് പെയർ. എക്സാമ്പിൾ, if A is equal to set 1, 2, 3 and B is equal to set ABC, then A cross B is equal to, A cross B യിലെ എലിമെന്റ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ എലിമെന്റ് സെറ്റ് എയിൽ നിന്നായിരിക്കണം, രണ്ടാമത്തെ എലിമെന്റ് സെറ്റ് ബി നിന്നായിരിക്കണം. അപ്പൊ 1 കൊണ്ട് എഴുതാവുന്ന എല്ലാ പെയർസും എഴുതുക. അതായത് 1A 1B 1C ഓർഡേർഡ് പെയർസ് ആണ്. 1A 1B 1C. അത് അടുത്ത എലിമെന്റ് 2 ആണ്. അപ്പൊ 2 കൊണ്ട് എഴുതാവുന്ന എല്ലാ പെയർസും ഓർഡേർഡ് പെയർ 2A 2B 2C. അടുത്തത് 3 കൊണ്ട് എഴുതാവുന്നത് 3A 3B 3C. അടുത്തത് ബി ക്രോസ് എ. ബി ക്രോസ് എ ആകുമ്പോൾ ബിയിലെ എലിമെന്റ്സ് ആയിരിക്കണം ആദ്യം വരുന്നത്. അപ്പോൾ ബിയിലെ എലിമെന്റ്സ് ആദ്യം, എയിലെ എലിമെന്റ്സ് രണ്ടാമതാണ് എഴുതുന്നത്. ബിയിലെ ആദ്യത്തെ എലിമെന്റ് എ കൊണ്ട് പെയർ ചെയ്യാവുന്നതെല്ലാം എഴുതുക. A1 A2 A3. അടുത്തത് B1 B2 B3. അടുത്തത് C1 C2 C3. എ ക്രോസ് ബിയും ബി ക്രോസ് എയും. അടുത്തത് നോട്ടാണ്. ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. രണ്ട് ഓർഡേർഡ് പെയർസ് തുല്യമാകണമെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് സെയിം ആവണം. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലിമെന്റ് ഇവിടുത്തെ ഫസ്റ്റ് എലിമെന്റും സെയിം ആവണം. അതായത് എ ഈക്വൽ ടു സി ആയിരിക്കണം. അതുപോലെ കറസ്പോണ്ടിങ് സെക്കൻഡ് എലിമെന്റ്സ് ബി ഈക്വൽ ടു ഡി ആയിരിക്കണം. AB equal to ordered pair AB equal to ordered pair CD if and only if A equal to C and B equal to D. ഇതിന്റെ പ്രോബ്ലംസ് വരുന്നതാണ്, ശ്രദ്ധിച്ച് പഠിക്കുന്നത്. A cross B need not be equal to B cross A. A cross Bയും B cross Aയും സെയിം ആകണമെന്നില്ല. അതിന് ഉദാഹരണമാണിത്. ഇവിടെ A cross Bയിലെ എലിമെന്റ് ഓർഡേർഡ് പെയർ 1A ആണ്. അതിന്റെ നേരെ റിവേഴ്സ് ആണ് B cross Aയിൽ വരുന്നത്. A cross B need not be equal to B cross A. അടുത്തൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്, if n of A equal to m and n of B equal to n, then n of A cross B equal to mn. അതായത് എയില് m എലിമെന്റ്സും ബിയില് n എലിമെന്റ്സും ആണ് ഉള്ളതെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റ്സ് ആണുള്ളത്? m ഇൻറ്റു n അല്ലെങ്കിൽ mn എലിമെന്റ്സ് ആണുള്ളത്. ഇവിടെ നോക്കിയേ, എയിൽ എത്ര എലിമെന്റ്സ് ആണുള്ളത്? 3 എലിമെന്റ്സ്. ബിയിൽ എത്ര എലിമെന്റ്സ് ആണുള്ളത്? 3 എലിമെന്റ്സ്. ഇപ്പൊ എ ക്രോസ് ബിയിൽ നമുക്ക് റിസൾട്ട് അനുസരിച്ച് എത്ര എലിമെന്റ്സ് ആണ് ഉണ്ടാകുക? 3 ഇൻറ്റു 3, അതായത് 9 എലിമെന്റ്സ് കാണണം. എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5 6 7 8 9. അപ്പൊ ഈ റിസൾട്ട് പ്രധാനപ്പെട്ടതാണ്. എയില് m എലിമെന്റ്സും ബിയിലെ n എലിമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റ്സ് കാണും? m ഇൻറ്റു n, അതായത് mn എലിമെന്റ്സ് കാണും. അടുത്ത റിസൾട്ട്, ഇഫ് എ ഇസ് നോൺ എംപ്റ്റി ആൻഡ് ബി ഇസ് ഇൻഫിനിറ്റ് then എ ക്രോസ് ബി ഇസ് ഇൻഫിനിറ്റ്. എ ഒരു നോൺ എംപ്റ്റി സെറ്റും ബി ഇൻഫിനിറ്റ് സെറ്റും. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് കാണും. എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും എലിമെന്റ്സ് ഉണ്ടാവും. എ നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, ബി ഇൻഫിനിറ്റ് സെറ്റും ആണെങ്കിൽ എ ക്രോസ് ബിയും ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. എ ക്രോസ് ബിയിലും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര എലിമെന്റ്സ് ഉണ്ടാവും. നമ്മൾ പെയർ ചെയ്തല്ലേ എഴുതുക. അപ്പോൾ ഈ ബിയിൽ ഇൻഫിനിറ്റ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എ ക്രോസ് ബിയിലും ഇൻഫിനിറ്റ് എലിമെന്റ്സ് ഉണ്ടാവും. അടുത്തത്, എ ക്രോസ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ്. ട്രിപ്ലെറ്റ്സ് ആണ്, 3 എലിമെന്റ്സ് ഉണ്ട്. ഓർഡർ ട്രിപ്ലെറ്റ്സ് ABC such that A, B, C are elements of A. 3 സെറ്റും സെയിം ആയതുകൊണ്ടാണ് ട്രിപ്ലെറ്റിലെ ഓരോ എലിമെന്റ് ഇവിടുത്തെ എലിമെന്റ് ആണ്, സെറ്റ് എയിലെ എലിമെന്റ് ആണ്.
ABC is called the ordered triplet. നമ്മൾ ordered pair എന്ന് പറയുന്ന പോലെ ഇവിടെ 3 എലിമെന്റ്സ് ചേർത്താണ് എഴുതുന്നത്, അതുകൊണ്ട് ordered triplet ആണ്. പ്രോബ്ലംസ് ആണ്. First question, if ordered pair x plus 1 y minus 2 equal to ordered pair 3 4, then find x and y. രണ്ട് ordered pairs തുല്യാന്ന് പറയുന്നത് എപ്പോഴാണ്? അതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് സെയിം ആകണം. അതായത് x plus 1 equal to 3 ആയിരിക്കണം, അതുപോലെ y minus 2 എന്തിനു തുല്യമായിരിക്കണം? 4 ആയിരിക്കണം. x plus 1 equal to 3. എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ഈ 1 അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -1 ആകും. x is equal to 3 minus 1 equal to 2. അതേപോലെ y minus 2 equal to 4. -2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2 ആകും. y is equal to 4 plus 2 equal to 6. അതേപോലെയുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. If ordered pair x by 3 plus 1 y minus 2 by 3 equal to ordered pair 5 by 3 1 by 3, then find x and y. രണ്ട് ordered pairs സെയിം ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് സെയിം ആകണം. അതായത് x by 3 plus 1 equal to 5 by 3 ആയിരിക്കണം, അതുപോലെ y minus 2 by 3 equal to 1 by 3 ആയിരിക്കണം. നമുക്ക് 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് -1 ആവും. x by 3 equal to 5 by 3 minus 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 minus 3 divided by 3. 5 minus 3 എന്ന് പറയുന്നത് 2 by 3 എന്ന് കിട്ടും. x by 3 ആണ് 2 by 3 എന്ന് കിട്ടുന്നത്. അപ്പൊ എക്സിന്റെ വില എന്തായിരിക്കും? 2 by 3 into 3. ഈ ഡിനോമിനേറ്ററിലുള്ള 3 ഈക്വൽ സൈൻ ഇപ്പുറം വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് മാറും. അപ്പൊ 2 by 3 into 3 ക്യാൻസൽ ചെയ്ത് പോകും. x is equal to 2 എന്ന് കിട്ടും. അതുപോലെ y minus 2 by 3 equal to 1 by 3. -2 by 3 റൈറ്റിലേക്ക് പോകുമ്പോൾ +2 by 3 ആകും. ഡിനോമിനേറ്റർ രണ്ടിടത്തും സെയിം ആണ്. അപ്പോൾ y is equal to 1 plus 2 by 3. അതായത് 3 by 3 എന്ന് പറയുന്നത് 1. x is equal to 2, y equal to 1. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം പഠിച്ചോണം. ഈ ക്വസ്റ്റ്യൻ പല ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, if A cross B is equal to set ordered pair A1 B2 C2 D1, then find A and B. A cross B തന്നേക്കുവാണ്, അതിൽ നിന്ന് സെറ്റ് എയും സെറ്റ് ബിയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. A cross ബിയിലെ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ഓർഡർഡ് പെയറിലെ ആദ്യത്തെ എലിമെന്റ്സ് സെറ്റ് എയിലെ ആയിരിക്കും, അതുപോലെ ഓർഡർഡ് പെയറിലെ രണ്ടാമത്തെ എലിമെന്റ്സ് സെറ്റ് ബിയിലെ ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ എയിലെ എലിമെന്റ്സ് എഴുതാൻ ഓർഡർഡ് പെയറിലെ ആദ്യത്തെ എലിമെന്റ്സ് നോക്കി എഴുതിയാൽ മതി. ഏതൊക്കെയാണ് ആദ്യത്തെ എലിമെന്റ്സ്? എ ബി സി ഡി. എ ഇസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി. ബി എഴുതാൻ ഓർഡർഡ് പെയറിലെ രണ്ടാമത്തെ എലിമെന്റ്സ് നോക്കുക. 1 2 2 1. അതായത് 1 ഉം 2 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സെറ്റിലെ എലിമെന്റ്സ് ആവർത്തിച്ച് എഴുതാറില്ല. അപ്പോൾ ബിയിലെ എലിമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം 2 ഉം. B is equal to set 1 2. Next question, if A is equal to set 7 8, B is equal to set 5 4 2, find A cross B and B cross A. A cross B എന്ന് പറഞ്ഞാൽ എയിലെ എലിമെന്റ്സ്, സെറ്റ് എയിലെ എലിമെന്റ്സ് ആദ്യവും ബിയിലെ എലിമെന്റ്സ് രണ്ടാമതാണ് എഴുതേണ്ടത്. എയിലെ എലിമെന്റ്സ് വെച്ച് പെയർ ചെയ്ത് എഴുതാവുന്നത് എഴുതുക. അതായത് ഓർഡർ പെയർ 7 5 7 4 7 2. അടുത്തത് 8 5 8 4 8 2. A cross B. അടുത്തത് B cross A എഴുതുമ്പോൾ ആദ്യത്തെ എലിമെന്റ് ഓർഡർ പെയറിലെ ആദ്യത്തെ എലിമെന്റ് സെറ്റ് ബി എന്നും ഓർഡർ പെയറിലെ രണ്ടാമത്തെ എലിമെന്റ് സെറ്റ് എ എന്നുമാണ് എഴുതേണ്ടത് നോക്കുക. അപ്പോൾ പെയർ ചെയ്യുക 5 7 5 8 4 7 4 8 2 7 2 8. B cross B, B cross A. Next question, if A is equal to set -1 1, find A cross A cross A. A cross A cross A കാണാൻ ആദ്യം നമുക്ക് A cross A കാണാം. A cross A എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് -1 -1 സെറ്റ് -1 1 ക്രോസ് സെറ്റ് -1 1. അപ്പോൾ പെയർ ചെയ്ത് എഴുതുക. ഓർഡർഡ് പെയർ -1 -1 -1 1 1 -1 1 1. അപ്പോൾ A cross A എഴുതി. ഇനി A cross A cross A. ഇപ്പോൾ A cross A നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ക്രോസ് A എന്ന് പറയുന്നത് സെറ്റ് -1 1. ഇവിടെയും പെയർ ചെയ്തിരുന്നത് ആദ്യത്തെ എലിമെന്റ് ഓർഡർഡ് പെയർ ആണെന്നുള്ളതേ ഉള്ളൂ. -1 ആദ്യത്തെ ട്രിപ്ലറ്റ് ആയിട്ട് വരുന്ന ഏതാ? ഓർഡർഡ് പെയർ -1 -1 -1. എന്നോട് എഴുതാനുണ്ട് ഓർഡർഡ് പെയർ -1 -1 1. അപ്പൊ ആദ്യത്തെ ഓർഡർഡ് പെയർ വെച്ച് പെയർ ചെയ്യാവുന്നതെല്ലാം എഴുതി. അതായത് ട്രിപ്ലറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത ഓർഡർഡ് പെയർ എടുക്കുക. അപ്പൊ ഏതൊക്കെയാണ്? -1 1 -1. അടുത്ത ഏതാ? -1 1 1. അപ്പൊ അടുത്ത രണ്ട് ട്രിപ്ലറ്റ് കിട്ടി. അടുത്തത് 1 -1 -1 1 -1 1. അടുത്തത് 1 1 -1. അടുത്തത് 1 1 1.
അപ്പൊ ഈ രീതിയിൽ എ ക്രോസ് എ എഴുതുന്നതാണ് എളുപ്പം. ആദ്യം എ ക്രോസ് എ കാണുക, പിന്നെ എ ക്രോസ് എ കാണുക. അപ്പൊ പോസിബിൾ പെയർസ് എല്ലാം എഴുതണമെന്നുള്ളത് ഓർത്താൽ മതി. അതുപോലെ എത്ര എലിമെന്റ്സ് ആണെന്ന് കൂടെ നോക്കിയോ. എയിലെ 2 എലിമെന്റ്സ്. എ ക്രോസ് എയിൽ എത്ര എലിമെന്റ്സ് ആണ് ഉണ്ടാവുക? നമ്മുടെ റിസൾട്ട് അനുസരിച്ച് 2 × 2 × 2, അതായത് 8 എലിമെന്റ്സ്. ഇവിടെ 8 എലിമെന്റ്സ് വന്നിട്ടുണ്ടോ നോക്കുക. 1 2 3 4 5 6 7 8. അപ്പൊ ഒന്ന് വെരിഫൈ ചെയ്യണം, എലിമെന്റ്സ് എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ, പോസിബിൾ പെയർസ് എല്ലാം എഴുതി പോയി കഴിഞ്ഞാൽ തെറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A is equal to set 1 2 and B is equal to set 2 3 and C is equal to set 3 4 5, find A cross B intersection C. അടുത്തത് find A cross B intersection A cross C, A cross B union C, find A cross B union A cross C. അപ്പോൾ ആദ്യത്തെ നോക്കാം, A cross B intersection C. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഏത് വേണം? B intersection C വേണം. അപ്പോൾ B intersection C കണ്ടുപിടിക്കാം. B intersection C is equal to set 2 3 intersection set 3 4 5. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ് എടുത്ത് എഴുതുക. അതായത് 3 ആണ് 2 സെറ്റിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ B intersection C എന്ന് പറയുന്നത് സെറ്റ് 3 എന്ന് കിട്ടി. A cross B intersection C, അതായത് സെറ്റ് 1 2 cross 3. പെയർ ചെയ്ത് എഴുതുക. ഓർഡർ പെയർ 1 3 2 3. അടുത്തത് നമുക്ക് വേണ്ടുന്നത് A cross B intersection A cross C ആണ്. അപ്പോൾ A cross B ആണ് ആദ്യം. A cross B equal to set 1 2 cross 2 3. പെയർ ചെയ്ത് എഴുതുക. ഓർഡർ പെയർ 1 2 1 3 2 2 2 3. അതുപോലെ A cross C set 1 2 cross 3 4 5. പെയർ ചെയ്ത് എഴുതുക. ഓർഡർ പെയർ 1 3 1 4 1 5 2 3 2 4 2 5. ഇനി A cross B intersection A cross C ആണ് വേണ്ടത്. അപ്പൊ ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് വരുന്നത് നോക്കി എഴുതണം. ഇപ്പൊ 2 സെറ്റിലും 1 3 ഉണ്ട്, അതേപോലെ 2 3 ഉണ്ട്. അപ്പോൾ കോമൺ എലിമെന്റ്സ് എടുത്ത് എഴുതുമ്പോൾ A cross B intersection A cross C എന്ന് പറയുന്നത് സെറ്റ് ഓർഡർ പെയർ 1 3 2 3 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയാൽ ആദ്യത്തെ A cross B intersection C യുടെ വാല്യൂ A cross B intersection A cross C യും സെയിം ആണെന്ന് കാണാം. അടുത്തത് നമുക്ക് വേണ്ടത് എന്താ? A cross B union C. അപ്പൊ ആദ്യം ഏത് കാണണം? B union C കാണുക. B union C is equal to set 2 3 union 3 4 5. യൂണിയൻ എന്ന് പറഞ്ഞാൽ സെറ്റിൽ 2 സെറ്റിലെ എലിമെന്റ്സ് എല്ലാം നിരത്തി എഴുതുക. അതായത് സെറ്റ് 2 3 4 5. A cross B union C എന്ന് പറഞ്ഞാൽ എന്താ? പെയർ ചെയ്ത് എഴുതുക. സെറ്റ് 1 2 ക്രോസ് സെറ്റ് 2 3 4 5. പെയർ ചെയ്ത് എഴുതുക. 1 2 1 3 1 4 1 5 2 2 2 3 2 4 2 5. ലാസ്റ്റ് ക്വസ്റ്റ്യൻ A cross B union A cross C ആണ്. A cross B union A cross C എടുക്കുമ്പോൾ 2 സെറ്റിലെയും A cross B A cross C കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 സെറ്റിലെയും എല്ലാ എലിമെന്റ്സും നിരത്തി എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് 1 2 1 3 ഈ 2 സെറ്റിലെയാണ് 1 2 1 3 1 4 1 5 2 2 2 3 2 4 2 5. അപ്പൊ ഇവിടെ നോക്കിയാലും സിയും ഡിയിലെ ആൻസേഴ്സ് സെയിം ആണെന്ന് കാണാം. അതിൽ നമുക്ക് കിട്ടുക A cross B union C യും A cross B union A cross C യും സെയിം ആണെന്നാണ്. അതാണ് അടുത്ത റിസൾട്ടായിട്ട് ഞാൻ തന്നിരിക്കുന്നത്. A cross B intersection C is equal to A cross B intersection A cross C. അതുപോലെ A cross B union C is equal to A cross B union A cross C. Next question. If A is equal to set 1 2 and B is equal to set 3, write A cross B. How many subsets does A cross B have? Write down the subsets of A cross B. A set 1 2 എന്ന് തന്നിട്ടുണ്ട്, B set 3 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് A cross B എഴുതണം. അതായത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ നമുക്കറിയാം. പെയർ ചെയ്ത് എഴുതുക. ഓർഡർ പെയർ 1 3 2 3. A cross B എഴുതി. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി സബ്സെറ്റ്സ് ഡസ് A cross B have? A cross Bക്ക് എത്ര സബ്സെറ്റ്സ് കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം A cross Bയിൽ എത്ര എലിമെന്റ്സ് ആണ് ഉള്ളത്? 2 എലിമെന്റ്സ്. ഒരു സെറ്റില് n എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ്സ് ആണ്? 2 raised to n സബ്സെറ്റ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ സെറ്റിൽ 2 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ എത്ര സബ്സെറ്റ്സ് കാണും? 2 raised to 2, അതായത് 4 സബ്സെറ്റ്സ് കാണും. അപ്പൊ n of A cross B 2 ആണ്. അപ്പൊ A cross Bയില് A cross Bക്ക് എത്ര സബ്സെറ്റ്സ് കാണും? 2 square, അതായത് 4 സബ്സെറ്റ്സ് കാണും. ഏതൊക്കെയാണ് സബ്സെറ്റ്സ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. അപ്പൊ 5. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പൊ A cross B ആണ് രണ്ടാമത്തെ സബ്സെറ്റ്. പിന്നെ സിംഗിൾട്ടൺസ്, അതായത് ഓരോ എലിമെന്റ്സ് വരുന്ന സെറ്റ്, അതായത് സെറ്റ് ഓർഡർ പെയർ 1 3 സെറ്റ് ഓർഡർ പെയർ 2 3. ഇതാണ് 4 സബ്സെറ്റ്സ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പഠിക്കുക. അടുത്ത ചോദ്യം. The Cartesian product A cross A has 9 elements among which are found -1 0 and 0 1. Find set A
and the remaining elements of A cross A. കാർട്ടീഷ്യൻ പ്രോഡക്ട്സിലെ 9 എലിമെന്റ്സ് ഉണ്ട്. അതിലെ 2 എലിമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എ ക്രോസ് എയിലെ എലിമെന്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കണം. അതുപോലെ എ ക്രോസ് എയിലെ ബാക്കി എലിമെന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം -1 0 0 1 എ ക്രോസ് എയിലെ എലിമെന്റ് ആണ്. അതായത് ഈ -1 0 1 എവിടുത്തെ എലിമെന്റാ? എയിലെ എലിമെന്റ് ആണ്. അപ്പൊ n ഓഫ് എ ക്രോസ് എ 9 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ -1 0 and 0 1 ആർ ഇൻ എ ക്രോസ് എ. അതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത് -1 0 1 ആർ എലിമെന്റ്സ് ഓഫ് എ. അപ്പൊ നമുക്ക് n ഓഫ് എ ക്രോസ് എ എന്ന് പറയുന്നത് n ഓഫ് എ ഇൻറ്റു n ഓഫ് എ ആണെന്ന് അറിയാം. n ഓഫ് എ ഇൻറ്റു n ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നേക്കുന്നത്? 9 എന്നാണ് തന്നേക്കുന്നത്. അതായത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് എ സ്ക്വയർ. n ഓഫ് എ ഇൻറ്റു n ഓഫ് എ എന്ന് പറഞ്ഞാൽ n ഓഫ് എ സ്ക്വയർ ആണ്. n ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. അതായത് n ഓഫ് എ എത്രയാ? 3 ആണ്. അതായത് എയിൽ 3 എലിമെന്റ്സ് ആണുള്ളത്. ആ 3 എലിമെന്റ്സ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എ ഇസ് ഈക്വൽ ടു സെറ്റ് -1 0 1 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള എലിമെന്റ്സ് എഴുതിക്കൂടെ? -1 0 1 ആണ് എയിലെ എലിമെന്റ് എന്ന് കിട്ടി. അപ്പൊ എ ക്രോസ് എയിൽ ഇനി ബാക്കിയുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ്? പെയർ ചെയ്ത് എഴുതിയാൽ മതി. ഇതിനകത്ത് ഈ 2 പെയർ അല്ലാത്തത് ബാക്കിയുള്ള എഴുതുക. ഏതൊക്കെയാ? -1 -1 -1 1. പിന്നെ സീറോയുടെ പേഴ്സ് 0 1 വന്നിട്ടുണ്ട്. പിന്നെ 0 -1 0 0. പിന്നെ 1ന്റെ ഒരു പേരും ഇവിടെ വന്നിട്ടില്ല. അതായത് 1 -1 1 0 1 1. ഇതൊക്കെയാണ് എ ക്രോസ് എയിലെ ബാക്കിയുള്ള എലിമെന്റ്സ്. അപ്പൊ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഇപ്പൊ എ ക്രോസ് എയിലെ 9 എലിമെന്റ്സും അതിലെ 2 ഓർഡർ പെയറും തന്നിട്ടുണ്ട്. എ ക്രോസ് എയിലെ എലിമെന്റ് ആകുമ്പോഴത്തേക്ക് ഈ ഓർഡർ പെയറിൽ വരുന്ന ഓരോ എലിമെന്റ് എയിലെ എലിമെന്റ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ n ഓഫ് എ ക്രോസ് എ എന്ന് പറയുന്നത് n ഓഫ് എ ഇൻറ്റു n ഓഫ് എ ആണ്. ആ റിസൾട്ടും ഓർക്കണം. അതായത് n ഓഫ് എ ഇൻറ്റു n ഓഫ് എ ആണ് 9. അതിന് n ഓഫ് എ സ്ക്വയർ 9 ആണ്. അതായത് n ഓഫ് എ ഈക്വൽ ടു √9 ഈക്വൽ ടു 3. ഇപ്പൊ എയിൽ 3 എലിമെന്റ്സ് ആണെന്ന് കിട്ടി. ആ 3 എലിമെന്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എയിലെ എലിമെന്റ്സ് കിട്ടിയ എ ക്രോസ് എയിലെ എലിമെന്റ്സ് എഴുതിക്കൂടെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് പഠിക്കുക. Last question. Let A and B are two sets with n of A equal to 3 and n of B equal to 2. If x1, y2, z1 are in A cross B, find A and B where x, y, z are distinct elements. എയും ബിയും 2 സെറ്റുകളാണ്. എയിൽ 3 എലിമെന്റ്സും ബിയിൽ 2 എലിമെന്റ്സും ആണെന്ന് തന്നിരിക്കുന്നു. ഓർഡർഡ് പെയർ x1, y2, z1 എ ക്രോസ് ബിയിൽ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എഴുതണം. അതുപോലെ എക്സും വൈയും ഇസഡും ഡിസ്റ്റിങ്ക്ട് എലിമെന്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എലിമെന്റ്സ് ആണ്. ഇപ്പൊ n ഓഫ് എ ഈക്വൽ ടു 3. അതുപോലെ എക്സ് വൈ ഇസഡ് ആർ ഡിസ്റ്റിങ്ക്ട് എലിമെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോ എയിലെ എലിമെന്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് എക്സ് വൈ ഇസഡ്. എയിൽ 3 എലിമെന്റ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓർഡർഡ് പെയറിലെ ആദ്യത്തെ എലിമെന്റ് ആണല്ലോ എ ക്രോസ് ബിയിലെ ഓർഡർഡ് പെയറിലെ ആദ്യത്തെ എലിമെന്റ് ആയിരിക്കുമല്ലോ എയിലെ എലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയിലെ എലിമെന്റ്സ് ആണ് എക്സും വൈയും ഇസഡും. ഇനി n ഓഫ് ബി ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ എ ക്രോസ് ബിയിലെ രണ്ടാമത്തെ എലിമെന്റ്സ് ഓർഡർ പെയറിലെ രണ്ടാമത്തെ എലിമെന്റ്സ് ആയിരിക്കുമല്ലോ ബിയിലെ എലിമെന്റ് വരിക. അപ്പൊ ഏതൊക്കെയായിരിക്കും? 1ഉം 2ഉം. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. അടുത്ത നോട്ടാണ്. If R is the set of all real numbers, then the Cartesian product R cross R represents coordinates of all points in the xy plane. അപ്പൊ R set of all real numbers ആണ്. അപ്പൊ R cross Rലെ എലിമെന്റ്സ് എന്ന് പറയുന്നത് ആ പ്ലെയിനിലെ എല്ലാ പോയിന്റ്സും വരില്ലേ? XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ച് വരുന്ന എല്ലാ എലിമെന്റ്സിനെയും ആ പ്ലെയിനിൽ വരുന്ന എല്ലാ എലിമെന്റ്സും ഈ ഓർഡർ പെയർ ആയിട്ട് നമുക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്തൂടെ? അപ്പോ R സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആവുമ്പോൾ R ക്രോസ് R എന്ന് പറയുന്നത് XY പ്ലെയിൻ ഫുള്ളായിട്ട് വരുന്നുണ്ട്. അടുത്ത പോയിന്റ്, R ക്രോസ് R ഇസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. R ക്രോസ് Rൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പോയിന്റ്സ് ഉണ്ട്. XY പ്ലെയിനിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പോയിന്റ്സ് ഇല്ലേ? R ക്രോസ് R ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. എവറി പോയിന്റ് ഇൻ XY പ്ലെയിൻ ഇസ് ആൻ എലിമെന്റ് ഓഫ് R ക്രോസ് R. ശരിയല്ലേ? XY പ്ലെയിനിലെ എല്ലാ എലിമെന്റ്സും ഓർഡർഡ് പെയർ ആയിട്ടാണ് വരുന്നത്. ഓർഡർഡ് പെയർ ആയിട്ട് വരുന്നത് എല്ലാം തന്നെയും റിയൽ നമ്പേഴ്സ് പെയർ ചെയ്ത് വരുന്നത് എല്ലാം തന്നെയും R ക്രോസ് Rലെ എലിമെന്റ് ആണ്. അതായത് എവറി പോയിന്റ് ഇൻ XY പ്ലെയിൻ ഇസ് ആൻ എലിമെന്റ് ഓഫ് R ക്രോസ് R. അടുത്തത് R ക്രോസ് R റെപ്രസെന്റ്സ് ദി കാർട്ടീഷ്യൻ പ്ലെയിൻ. ആ XY പ്ലെയിനിനെ നമ്മൾ അല്ലെങ്കിൽ R ക്രോസ് R എന്ന് പറയുന്നതിനെ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നും പറയാറുണ്ട്.